അവർ ചിലപ്പോ പതുക്കെയായിരിക്കും ഓടി തുടങ്ങുന്നത്, ചിലപ്പോ ഇടയ്ക്കൊന്ന് വീണു പോകുമായിരിക്കും. അപ്പൊ ചുറ്റുമുള്ള എല്ലാവരും പറയും ഇനി അവർ മുന്നിലേക്കില്ല എന്ന്. അങ്ങനെ ഇനി മുന്നിലേക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്ത് പ്യുവർ ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ പുറകിൽ നിന്ന് അവർ മുന്നിലേക്ക് കുതിച്ചു കയറും. ഒന്നാം സ്ഥാനം. നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ പരിശീലനം നൽകുന്ന ആൾ പറയും നിങ്ങൾ അങ്ങ് അകലേക്ക് നോക്കി സൈക്കിൾ ചവിട്ടണം, പെടലയിൽ നോക്കരുത്, തൊട്ടു താഴെയുള്ള കല്ലും കുറ്റിയിലും ഒന്നും നോക്കരുത്, നിങ്ങൾ അങ്ങ് അകലേക്ക് നോക്കി വേണം സൈക്കിൾ ചവിട്ടാൻ. അതുതന്നെയാണ് ഞാൻ തൊട്ടു താഴെയുള്ള പ്രശ്നങ്ങളെ കാണുന്നില്ല, അങ്ങ് അകലെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഞാൻ അവിടെ ഒരു ദിവസം എത്തണം എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യുക, കഠിനമായി അധ്വാനിക്കുക, ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടില്ല. അതിനുവേണ്ടി നിരന്തരം നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം ആ ശ്രമം ആവശ്യമാണ്. പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് വിജയിക്കാൻ സാധിക്കാത്തത്? നിരാശയാൽ എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ചാലോ എന്നും നമ്മൾ ആലോചിച്ചിരിക്കാം. എന്നാൽ ഒരിക്കലും നമ്മൾ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കരുത്. ആന്തരികമായ ആത്മഹത്യ തന്നെയാണ് ആ ഉപേക്ഷിക്കൽ. പരിശ്രമശാലിയായ ഒരാൾ ഏത് നിമിഷവും വിജയത്തിന്റെ പാതയിൽ ചെന്നെത്തിയേക്കാം. ഓർമ്മിക്കുക, ജേതാവായി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ സമൂഹത്തിന്റെ നിങ്ങളോടുള്ള മനോഭാവവും മാറിത്തുടങ്ങും. ഇന്ന് അപമാനിക്കുന്നവർ അന്ന് സ്തുതി പാടും. ജേതാവാകുന്നതിന് തൊട്ടു മുൻപ് വരെ നിങ്ങൾ അനുഭവിച്ച പരീക്ഷണത്തിന്റെയും അപമാനത്തിന്റെയും കാലം അത് എത്രയായാലും ജേതാവാകുന്നതോടെ നിങ്ങളെ രൂപപ്പെടുത്തിയ നിങ്ങളുടെ ജീവിതത്തിലെ തിളക്കമാർന്ന ഏടുകളായി പരീക്ഷണത്തിന്റെ ആ കാലഘട്ടത്തെ ലോകം വായിക്കും, പഠിക്കും. സന്തോഷവും സംതൃപ്തിയും നേടാനായിട്ട് എപ്പോഴും ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്ന ഇക്കാലത്ത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ ഉണ്ട്, ദ പവർ ടു ബി അലോൺ. അങ്ങനെ പറഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുക എന്നല്ല, മറിച്ച് അത് നമ്മളുടെ ഇന്നർ പീസിന്, നമ്മളുടെ സെൽഫ് ഡിസ്കവറിക്ക്, വളർച്ചയ്ക്ക് എല്ലാം ഉള്ള ഒരു പാതയാണ്. ഐ ചലഞ്ച് യു ടു ബി അലോൺ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്. ഒറ്റയ്ക്ക് എന്തും നേരിടാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ദെൻ യു ക്യാൻ സക്സീഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ മുന്നേറാനായിട്ട് ആദ്യം വേണ്ടത് ധൈര്യമാണ്, ഒറ്റയ്ക്ക് എന്തും നേരിടാനായിട്ടുള്ള ചങ്കൂറ്റം. ബി എ ലോണർ ദാറ്റ് ഗീവ്സ് യു ടൈം ടു വണ്ടർ, ടു സെർച്ച് ഫോർ ദ ട്രൂത്ത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. നമ്മളെക്കുറിച്ചും നമ്മളെ ചുറ്റുമുള്ളവയെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും അധികം സാധിക്കുക തനിച്ചാവുമ്പോഴാണ്. നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുക, ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക, എല്ലാം ഒറ്റയ്ക്കാവുമ്പോഴാണ്. ചിലപ്പോൾ ഈ ലോൺലിനെസ് നമ്മൾ തന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മറ്റു ചിലപ്പോൾ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് ബി സ്ട്രോങ് ഇനഫ് ടു ബി അലോൺ. ഹാവ് ദ ഡെയർ ടു ബി അലോൺ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് കരുതരുത്. കാരണം അങ്ങനെ പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് എക്സ്പെക്റ്റ് ചെയ്ത് അത് ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ട അവസ്ഥയും വരും. ഓൾവേസ് സ്റ്റാൻഡിങ് അലോൺ is better than being around people who don't value you, who don't value your thoughts, who don't value your feelings, who don't value your dreams. So don't waste your time expecting it. Be ready, be brave enough to fight your own battles alone, and be brave to be alone. Have a great day.